ഇനിയിപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഴയുടെ കാലഘട്ടമാണ്. അപ്പോൾ മഴയത്തോ അല്ലാതെയോ ഒക്കെ ലാപ്ടോപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ലാപ്ടോപ്പ് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. ലാപ്ടോപ്പ് ഒരു കാരണവശാലും വെള്ളം വീണിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഓൺ ആക്കരുത്. കാരണം വെള്ളം അകത്തിരിക്കുന്ന സമയത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മദർ ബോർഡിൽ ഏതെങ്കിലും മോസ്ഫെറ്റിലോ IC-യിലോ ഒക്കെ വെള്ളം വീണ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷോർട്ട് ആവും, മദർ ബോർഡ് ഇഷ്യൂ വരാം. രണ്ടാമത്തെ കാര്യം, ചാർജർ കണക്ട് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലാപ്ടോപ്പ് ചിലപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാൻ ചാർജ് കുറവാണോ എന്നൊക്കെ നോക്കി ചിലപ്പോൾ ചാർജർ കണക്ട് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഷോട്ടിങ് വരാം. പിന്നെ പലരും വെള്ളം വീണ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഹെയർ ഡ്രയർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. ഹെയർ ഡ്രയർ വെച്ചിട്ട് ഓവർ ഹീറ്റ് ചെയ്ത് നമ്മൾ അതിനകത്തെ വെള്ളം കളയാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ഓവർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കീബോർഡിന്റെ സർക്യൂട്ടൊക്കെ ഡാമേജ് ആയി പോകും. ചിലപ്പോൾ ടച്ച് പാഡൊക്കെ കംപ്ലൈന്റ് ആയിട്ട് പോകാം. ടച്ച് പാഡിന്റെ ബോർഡൊക്കെ ഓവർ ഹീറ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഴിച്ചിട്ട് മാത്രം നമ്മൾ ഹീറ്റ് ചെയ്യുക. ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ളൊരു ഹീറ്റിംഗ്, ഓവർ ആയിട്ടുള്ളൊരു ഹീറ്റിംഗ് അല്ല, ജസ്റ്റ് വെള്ളം ഒന്ന് ഡ്രൈ ആയി പോകാനുള്ളൊരു ഹീറ്റിംഗ് മാത്രം ചെയ്യുക. ലാപ്ടോപ്പ് ഓൺ ആയിരിക്കുന്ന സമയത്താണ് വെള്ളം നനഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കണ്ട, പവർ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡിനുള്ളിൽ പവർ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ലാപ്ടോപ്പ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. വെള്ളം അകത്തോട്ട് ഇറങ്ങി ഷോർട്ട് ആകുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ലാപ്ടോപ്പിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസുകൾ ഡിസ്കണക്ട് ചെയ്യുക. ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജർ ഡിസ്കണക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്റ്റേണൽ ബാറ്ററി ഉള്ള ലാപ്ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി എത്രയും പെട്ടെന്ന് ഊരി മാറ്റുക. എന്നാൽ പുതിയ മോഡൽ ലാപ്ടോപ്പുകളിലൊന്നും എക്സ്റ്റേണൽ ആയിട്ടല്ല ബാറ്ററി വരുന്നത്, ഇന്റേണൽ ആണ്. അപ്പൊ അത് അഴിച്ചു മാറ്റാൻ കുറച്ച് പാടാണ്. അടുത്തൊരു കാര്യം, വെള്ളം വീണു, നമ്മൾ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു, അങ്ങനെയുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം അകത്തുനിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ കളയണം. അടുത്ത ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ദിവസം അല്ലെ 1.5 ദിവസം കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ അകത്ത് വീഴുന്ന വെള്ളം പൂർണ്ണമായിട്ടും ഡ്രൈ ആയി പോകത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ, നമ്മുടെ ഈ മഴ പെയ്യുന്ന കാലാവസ്ഥയാണെങ്കിൽ വെള്ളം ഡ്രൈ ആയി പോകാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. വെള്ളം വീണു എന്നുകൊണ്ട് ഉറപ്പായി അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ലാപ്ടോപ്പ് ഒരു V ആകൃതിയിൽ വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ V ആകൃതി വെക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന വെള്ളം ടിഷ്യൂ പേപ്പറോ മറ്റോ ഉപയോഗിച്ച് നമ്മൾ ഒപ്പിയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം ചെയ്യാമെങ്കിലും ലാപ്ടോപ്പിനകത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സർവീസ് സെന്ററിൽ പോകുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം പരീക്ഷിച്ചോ അല്ലെ സ്വയം സർവീസ് ചെയ്തോ ഒക്കെ റിസ്ക് എടുക്കുന്നതിലും നല്ലത് ഡയറക്റ്റ് സർവീസ് സെന്ററിൽ പോയി കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ലാപ്ടോപ്പിനകത്ത് ലിക്വിഡ് വീണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാപ്ടോപ്പ് ഓൺ ആക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷോർട്ടിങ് വരിക എന്ന് പറഞ്ഞാൽ 1-2 കമ്പോണൻസ് അല്ല ഷോർട്ടിങ് ആകുന്നത്. ബോർഡിലുള്ള വെള്ളം വീണ ഭാഗത്തെ എല്ലാ കമ്പോണൻസും ഷോർട്ടായി പോകും. നമ്മൾ ചെറിയൊരു സർവീസ് ചാർജ് പോകും എന്ന് കരുതി സർവീസ് സെന്ററിൽ കൊണ്ടുപോകാതിരിക്കരുത്. സർവീസ് സെന്ററിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ഓഫ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ലാപ്ടോപ്പിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു സർവീസ് ചാർജ് ലാഭം നോക്കി സർവീസ് സെന്ററിൽ പോകാതെ സ്വയം ഒന്ന് സർവീസ് ചെയ്ത് നോക്കിയേക്കാം എന്നുള്ള ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് റിസ്ക് ആണ്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിലും നല്ലത് നമ്മൾ എപ്പോഴും സർവീസ് സെന്ററിൽ പോകുന്നതാണ്. പിന്നെ സ്വയം ചെയ്യാം എന്ന ആത്മവിശ്വാസം ഉള്ളവർ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുക.